അല്ല, അതിൽ ഒന്നും കാര്യമില്ല. കാരണം അതൊക്കെ അതിൻ്റേതായ സമയത്ത് കോൺഗ്രസിന് തീരുമാനം എടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതൊന്നും ആദ്യത്തെ കാര്യമൊന്നുമല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രി അങ്ങനെ തന്നെ ആയിരുന്നില്ലേ. അതൊക്കെ അതിൻ്റെ സമയത്ത് തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. അത് വെച്ച് പ്രചരണം നടത്തുന്നതിൽ അർത്ഥമില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് 2 സീറ്റിൽ മത്സരിക്കാം, ഏതെങ്കിലും ഒന്ന് നിലനിർത്താം. അവിടെ അതൊക്കെ സാധാരണ സംഭവം, എല്ലാവരും ചെയ്യുന്നത് തന്നെ. പൊളിറ്റിക്കൽ ലീഡേഴ്സ് അങ്ങനെ മത്സരിക്കാറുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഇപ്പോൾ റായ്ബറേലിയിലെ മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ വൻതോതിൽ വർദ്ധിപ്പിക്കും. ഞങ്ങൾ തന്നെ ആ അഭിപ്രായം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. സംഘടനാ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലായിട്ട് ഞാൻ തന്നെ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. മത്സരിക്കണം എന്ന് പറഞ്ഞിരുന്നു. മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതയെ വർദ്ധിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും BJPക്ക് കാര്യങ്ങൾ എളുപ്പമല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഫേസിൽ ധാരാളം സീറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നഷ്ടപ്പെടും എന്നവർ സമ്മതിക്കുന്നുണ്ട്. സെക്കൻഡ് ഫേസിലും ഇത് തുടരുന്നു. ഇനി അങ്ങോട്ടുള്ളത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാന്ത്രിക എണ്ണം, ഭൂരിപക്ഷത്തിനുള്ള എണ്ണം അത് തികക്കില്ല എന്നുള്ള സംശയം BJPക്ക് നല്ല പോലെ ഉണ്ട്. അതുകൊണ്ടാണ് പ്രസംഗമൊക്കെ ഇത്ര കടുക്കുന്നത്. ഇപ്പം പ്രധാനമായിട്ടും ഉയർന്നിരുന്ന ആരോപണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചു, അത്രയും കാലം അത് മറച്ചു വെച്ചു മറ്റു സ്ഥലത്ത് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട്. എന്നിട്ടിപ്പം വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന തരത്തിലാണ്, പ്രത്യേകിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകളുടെ ആരോപണം അത്തരത്തിലാണ്. എന്താ അർത്ഥമില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്. ഒരു പല ഫേസായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അതാതിൻ്റെ ഫേസിലല്ലേ എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയും അതുപോലെ തന്നെ കോൺഗ്രസൊക്കെ വലിയ പാർട്ടികളല്ലേ, അവർക്ക് ഒരുപാട് സ്ഥാനാർത്ഥികളില്ലേ. അതിനെക്കുറിച്ച് ഇടതുപക്ഷം അങ്ങനെ അഭിപ്രായം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതാതിൻ്റെ സമയത്ത് ആ തീരുമാനങ്ങൾ എടുക്കുന്നു. അതേത് രീതിയിൽ എടുക്കണം എന്നുള്ളതിപ്പോൾ അതിന് വലിയൊരു സ്വീകാര്യത വരുത്തിക്കൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണത്. വളരെ ജനാധിപത്യപരമായി കോൺഗ്രസ് തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ. പിന്നെ അത് പ്രചരണമാക്കാൻ മാത്രമില്ല, അത് ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കലാണ്. അതിനെ ഇടതുപക്ഷം സ്വാഗതം ചെയ്യാണ് വേണ്ടത്. അവർക്കും വേണ്ടത് ഇന്ത്യ മുന്നണിയുടെ സാധ്യത കൂടുകയല്ലേ, അല്ലാതെ BJP അധികാരത്തിൽ വരലല്ലോ. തെരഞ്ഞെടുപ്പും കഴിഞ്ഞു, ഇനി എന്തിനാണ് അതിനെ വിമർശിക്കുന്നത്? ഇനിയിപ്പോൾ അതിനെ നല്ല കാര്യം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കലായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വലിയ ചലനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവാണ്. വളരെ ഒരു തരത്തിലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കടുത്ത വർഗീയ പരാമർശങ്ങളും വർഗീയ കാര്യങ്ങളുമാണ് BJP ഇപ്പോൾ പ്രചരണ ആയുധമാക്കി കൊണ്ടിരിക്കുന്നത്. അവരുടെ ആത്മവിശ്വാസക്കുറവാണ് അത് കാണിക്കുന്നത്. ആദ്യത്തെ ആയുധങ്ങളൊക്കെ തുരുമ്പെടുത്തു പോയി. അപ്പോൾ അതുകൊണ്ട് പുതിയത് നോക്കുകയാണ്. പുതിയതൊക്കെ നിർഭാഗ്യവശാൽ വളരെ വില കുറഞ്ഞ വർഗീയ കമ്മ്യൂണൽ പ്രചരണങ്ങളാക്കി അവർ മാറ്റുകയാണ്. കേട്ടാൽ അറക്കുന്ന വർഗീയ പ്രചരണം. അന്തർദേശീയ തലത്തിൽ ഇത് ബാക്കിയുള്ളവർ കൂടി കാണും എന്നുള്ള ചിന്ത പോലും അവർക്കില്ല. ആ തരത്തിലാണ് പോണത്.